അസ്സലാമു അലൈക്കും. ഇന്നൊരു ഇരുമ്പും പുളീൻ്റെ അച്ചാർ റെസിപ്പി കേട്ടോ. ഇരുമ്പ് പുളി കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിവിടെ ഇരുമ്പ് പുളി എന്നാ പറയുക, നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ഇടിട്ടോ. ഓരോരുത്തരും ഓരോന്നാണല്ലോ പറയുക. ഇത് നമ്മളെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തറവാട്ടിൽ ഇഷ്ടംപോലെ ഇരുമ്പ് പുളി ഉണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അധികം മൂപ്പാവാത്ത ഇരുമ്പ് പുളിയാണ് കേട്ടോ ഇതിടുന്നത്. അതിനോട് അധികം പുളിയുമില്ല. ഇത് ഓവർ മൂപ്പായാൽ നല്ല പുളിയാണല്ലോ ഇതിന്. അപ്പം ഇത് മീഡിയം ആയിട്ടേ ഉള്ളൂ, ഒരു പകുതി വരെയുള്ള ഒരു ഇതായിട്ടേ ഉള്ളൂ, മൂപ്പായിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മളെ തറവാട്ടിലുള്ള ഇരുമ്പ് പുളി കേട്ടോ. കുറേ ഉണ്ട്. നമ്മൾ കുറച്ച് പറിച്ചെടുത്ത് അച്ചാറിട്ടതാണ്. താഴെന്ന് തന്നെ ഇങ്ങനെ പറിക്കാൻ പറ്റുന്നത് ഇതിങ്ങനെയാണല്ലോ ഉണ്ടാവുക. താഴെന്നേ ഉണ്ടാവുമല്ലോ, വേരിൻ്റെ മുകളിൽ വരെ ഇതുണ്ടാവുമല്ലോ, നിറച്ചതുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇരുമ്പ് പുളിൻ്റെ സീസൺ ആണല്ലോ അല്ലേ. എല്ലാ മുറ്റത്തും ഇങ്ങനെ കാണാം ഇപ്പം ഇരുമ്പ് പുളി. ഇതാ ഇത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് പകുതി വരെ മൂപ്പായിട്ടേ ഉള്ളൂ. ഇത് നല്ല വലിപ്പം വെക്കും കേട്ടോ. പുളി കുറവാണ് അതിനെ കൊണ്ട്. നല്ല പുളി വേണമെന്നുള്ളവർക്ക് നല്ല മൂപ്പായിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. ഞാനത് പുളിയുള്ള അച്ചാറിന് വേണ്ടിയിട്ട് ഇതിൽ ശർക്കര ഒന്നും ഇടാണ്ടാണ് ഞാനത് വെക്കുന്നത് കേട്ടോ. ശർക്കര ഇട്ടിട്ട് ഇത് വേറൊരു രീതിയിൽ ശർക്കര പുളിയാക്കിയിട്ടും വെക്കും. പക്ഷെ അങ്ങനെ പുളിയുള്ള അച്ചാർ കൂട്ടാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ചില ടൈമിൽ. എപ്പോഴും നമുക്ക് ഇങ്ങനെ മധുരമുള്ള കൂട്ടാൻ ഒരു ഇതുണ്ടാവില്ലല്ലോ, ഒരു പുളിയുള്ളത് കൂട്ടാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം ഇത് പുളിയുള്ളത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണേ. അങ്ങനെ 2-3 ഒന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നൈസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അധികം നൈസായിട്ടൊന്നുമില്ല, ഇത്ര മതിയല്ലോ. പിന്നെ ഇത് നമ്മൾ വേവുമ്പോഴും പിന്നെ നമ്മൾ അച്ചാറിട്ട് വെച്ചാലും ഇത് കുറച്ചിങ്ങനെ ചീഞ്ഞിട്ടിത് ഇതിങ്ങനെ ഉടഞ്ഞു വരുമല്ലോ. ഇതിപ്പം അരിയുന്ന ടൈമിൽ ഇത് കുറേ ഉണ്ടാവും, പക്ഷെ ഇത് വാടി കഴിയുമ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് വാടി കഴിയുമ്പോൾ ഇത് കുറഞ്ഞു വരും. ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഇത് കുറേ ഉണ്ടാവും, പക്ഷെ ഇത് പിന്നെ അങ്ങനെ കുറഞ്ഞു വരില്ല വാടിയിട്ട്. ഇത് മൂപ്പ് കൂടിയത് എടുക്കുമ്പോൾ നല്ലോണം ഇതിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കും കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫുള്ള് വെള്ളമായിട്ടാണ് വരിക. ഇത് മൂപ്പ് കുറഞ്ഞതായതുകൊണ്ടാണ്. ഇതിൽ വെള്ളം ഇല്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളം കുറവാണ് കേട്ടോ ഇതിൽ കാണുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ വെള്ളം, ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന കട്ടിങ് ബോർഡുമേലൊക്കെ മൊത്തത്തിൽ വെള്ളം ഉണ്ടാവുക. ഇത് ഫുള്ള് നല്ല മൂപ്പായിട്ട് എടുക്കുമ്പോൾ. ഇനി ഇതാ നമ്മളിത് അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. മൺചട്ടി വെച്ചിട്ട് എണ്ണ കൊണ്ടാണല്ലോ നമ്മൾ അച്ചാറുണ്ടാക്കുക. എണ്ണ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ കാലം സൂക്ഷിക്കുക, കേടാവില്ല. പൂപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഉലുവാണ് കേട്ടോ. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും പൊട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ
ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഇതൊരുമിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് വന്നോട്ടെ കേട്ടോ. ഇത് നല്ലോണം മൂത്ത് വരുന്ന ടൈമിലാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ ഫസ്റ്റായിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ ഇത് അടുപ്പിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂടാണ്, മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ വേഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇട്ടതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് അച്ചാർ പൊടിയാണ് നമ്മളിത് ഫസ്റ്റ് ഇട്ടത്. അച്ചാർ പൊടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ നമ്മളെ പാകത്തിന് എടുത്താൽ മതി കേട്ടോ. മുളക് പൊടി ഇട്ട് കുറച്ച് കൂടി പോയിട്ട് അത്ര വേണ്ടായിരുന്നു. ഇത് കുറച്ച് എരിവ് അധികമുണ്ട്. ഇതൊന്ന് ഒരു അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ മഞ്ഞൾപ്പൊടി, പൊടികൾ അതേ ഉള്ളൂ. ഈ 3 പൊടികളും ഇട്ടെടുത്ത് ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. കരിയണ്ട. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുളി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വെള്ളം അങ്ങനെ പുളിയിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. വെള്ളം സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ സുർക്ക ഒക്കെ വരാനുണ്ടല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി വെള്ളം കുറേ വേണമെന്നുള്ളവർക്ക് ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിങ്ങനെ ചീഞ്ഞ് വരുമ്പോൾ പിന്നെ പുളിയാണല്ലോ, പുളിയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങുമല്ലോ. പിന്നെ തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. പുളി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവണേ. ഇത് അധികം വെന്ത് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ സുർക്ക ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് വാടിയത് ഒന്ന് ഇതായി നിൽക്കും. ഇത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇറക്കിയ പാടെ നമ്മൾ ഇത് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ വെള്ളം അങ്ങനെ കുറച്ചായി വരുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി കുറച്ച് സുർക്ക ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ചേർക്കുന്നതിന് മുന്നേ തന്നെ.